നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. എല്ലാ വർഷവും നമ്മൾ സാധാരണ പ്രചാരകനായിട്ടുള്ളൊരു നവീകരണ പട്ടികവും അതിൽ നടപ്പാക്കാറുണ്ട്. കഴിഞ്ഞ വർഷം 100 താഴെയായിരുന്നു പങ്കെടുത്തവരുടെ സംഖ്യ. ഇപ്രാവശ്യം 150-ൽ കൂടുതൽ പേര് രജിസ്റ്റർ ചെയ്തു. എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇനിയും ആൾക്കാർ എത്തിച്ചേരാനുണ്ട്. നമ്മുടെ 10 മണി മുതൽ ക്ലാസുകൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണ് നടത്തിയിട്ടുള്ളത്. വിവിധ വിഷയങ്ങളെക്കുറിച്ച് വിവിധ വിഷയത്തിൽ ഹിന്ദിയിൽ എന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ. നമസ്കാരം. അതായത് മോഡേൺ ട്രെൻഡ്സ് ഇൻ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ മാനങ്ങൾ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഉദ്ഘാടന സമ്മേളനം വേണ്ടാന്ന് വെച്ചതെന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഇപ്പോൾ സർവീസ് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്താം. അധ്യാപകർ ആരെങ്കിലും ഉണ്ടോ? ഏത് സ്കൂളിലാണ്? ഗവൺമെൻറ് സർവീസ് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ടീച്ചറായിട്ട് ഒരാളുണ്ട്. ഇങ്ങനെ റിട്ടയർ ചെയ്ത ആൾക്കാരും കാണുമല്ലോ. ശരി, നമുക്ക് നോക്കാം. ഇതുവരെ എൻ്റെ ക്ലാസ് ചെയ്തിട്ടുള്ളത് ഈ ഉയർത്തോ? കുറേ പേരുണ്ട്. ശരി, അതായത് എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം. നമ്മുടെ ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഓപ്പൺ എൻഡഡ് ആണ്. ബുക്കും പേനയെ കൊണ്ടോ കുറിച്ചെടുക്കാൻ. ഇത് പുതുതായി ജോലി തേടുന്ന കുട്ടികൾക്കെല്ലാം, ആ ടീച്ചർമാർക്കെല്ലാം വളരെ പ്രയോജനം ചെയ്യും. അതായത് ഖുലാന്താണ്. ഓപ്പൺ എൻഡഡിന്റെ ഹിന്ദി പദം എന്ന് പറഞ്ഞാൽ ഖുലാന്താണ്. ഓപ്പൺ എൻഡഡ് ആണ് ഖുലാന്ത്. അപ്പോൾ എങ്ങനെ തുടങ്ങി എവിടെ അവസാനിക്കണം എന്നുള്ളതാണ് ഖുലാന്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്പൺ എൻഡഡ് ആണ്. ഒരു ഉദ്ദേശ ലക്ഷ്യത്തെ ആസ്പദമാക്കിയാണ് എല്ലാ പാഠങ്ങളും നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ പാഠങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കവിതയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ഗദ്യത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ഇത് അധികം ഉപലബ്ധി എന്നുള്ള കാര്യത്തിലാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അധികം ഉപലബ്ധി എന്നുള്ള ഇംഗ്ലീഷ് പദമാണ് യെല്ലോ. യെല്ലോ മീൻസ് ലേണിംഗ് ഔട്ട്കം എന്നാണ്. ലേണിംഗ് ഔട്ട്കം. അല്ലെങ്കിൽ ആദ്യം യെല്ലോ ആയി ലേണിംഗ് ഒബ്ജക്റ്റീവ് ആയിരുന്നു. ലേണിംഗ് ഒബ്ജക്റ്റീവ് മാറി ലേണിംഗ് ഔട്ട്കമായി മാറി. അപ്പോൾ ആ ലേണിംഗ് യെല്ലോയെ ബേസ് ചെയ്തിട്ടാണ് പുസ്തകം. ഈ പുസ്തകം എന്ന് പറയുന്ന ഒരു സഹായ സാമഗ്രി മാത്രമാണ്, അതെല്ലാമാണെന്ന് ധരിക്കരുത്. ഇനി അപ്പോൾ ആ യെല്ലോയിലാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. യെല്ലോയിലാണ് എത്തിച്ചേരേണ്ടത്. ഇനി ഓരോ പേജ് എടുക്കണം. അതായത് ഓരോടക്കാൻ പറ്റിയ ആൾക്കാരെടുക്കണം. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ പെട്ടെന്ന് കൊടുക്കും, സമയമില്ല. പരിചയപ്പെടുത്തുക മാത്രം. പെട്ടെന്ന് കൊടുക്കുക. ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ കൊടുക്കുക. എടുത്തില്ല അവരൊക്കെ കിട്ടിയത് കിട്ടുമല്ലോ. അറിയില്ലേ? ഒരാളിക്കണം. ആരും എണ്ണിക്കണേ. ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കാൻ അനുവദിക്കും. മേരാ നയ ബച്ചപൻ നയ കിട്ടിയിട്ടുണ്ട്. ഇതാണ് മേരാ നയ കിട്ടിയത്. പ്രധാന രശ്മിനെ കിട്ടിയതുകൊണ്ടുണ്ട്. അടുത്ത ആള് ദുഃഖം എന്ന് പറയുന്നത് കിട്ടി. അപ്പൊ ദുഃഖം എന്ന് പറയുന്ന കഹാനി എഴുതിയത് യശ്പാലാണ്. യശ്പാൽ. ഇവർ രണ്ടുപേരും ഒരു കൂട്ടാണ്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ രീതിയിൽ എണീക്കണം. എണീറ്റ് അവരുടെ കൂട്ടുകാരെ കണ്ടെത്തണം. പെട്ടെന്ന് അവിടെ നിൽക്കണം. ഓടിവാ. 30 പേരുണ്ട്. 30 പേര് ഓടിവാ. എല്ലാവരും കാണിക്കണം. നിങ്ങൾ വിളിക്കില്ല, ആരും വിളിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ കണ്ടെത്തിയിട്ടുള്ളതാ. ഓടിവാ. ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ ഇരിക്കാൻ അനുവദിക്കില്ല. ലക്ഷ്മി ആരാണ്? കബീറുടെ കബീർ അടുത്തുപോയില്ലേ? തുളസിദാസ് രാമചന്ദ്രമാനസ് മധുശാല ആരാണ്? ബിഹാരി സിസ്റ്ററിയുടെ ഓക്കെ.
എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയില്ലേ? ഓടിക്കോടെ. കിഡ്നി ലാഭമേ കിഡ്നി ആരതാണ്? അക്കേ എവിടെ? അക്കേ എവിടെ? അഗ്നി ആരുടെ കയ്യിലുണ്ട്? ആരുടെ കയ്യിലുണ്ട്? അവിടെ കുത്തിക്കണം. അവിടെ ഇരിക്കുന്നവരൊക്കെ വിളിക്കും, കുഞ്ഞും പോരണം. മാഖലാൽ ത്രിവേദിയുടെ വിദ്യാഭ്യാസം വരുന്നുണ്ട്. ശരി, നോക്കാം. ഇനി നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം ആപ്പസ് പരിചയ പാലിക്ക അവസരം. ഇത്രയും പേരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ സമയമില്ല. എങ്കിലും ഒരു 5 പേരെങ്കിലും പരിചയപ്പെടുത്തണമല്ലോ. സ്വന്തമായിട്ട് ആരും പരിചയപ്പെടുത്തണ്ട. ഹിന്ദിയിലാണ് പറയാനുള്ളത്. ഇത് ടീച്ചർ, मुझे एक पक्षी मिली है यशपाल, मेरी सहेली है दुख पक्षी वाली, उसका नाम क्या है എന്ന് പറയണം. അപ്പോൾ ഈ യശ്പാലിനെ കുറിച്ച് ഒരു സെന്റൻസ് പറഞ്ഞതിന് ശേഷം പരിചയപ്പെടുത്തണം, ഇയാളെ പരിചയപ്പെടുത്തണം. എന്നാൽ ദുഃഖിനെ സംബന്ധിച്ച് ഒരു വരി പറഞ്ഞതിന് ശേഷം ഇയാളെ പരിചയപ്പെടുത്തണം. പരസ്പരം പരിചയപ്പെടും പെട്ടെന്ന്. എന്തെങ്കിലും വാദം വരട്ടെ. കിട്ടിയില്ല. यशपाल की पक्षी मिली है. मेरे दोस्त का नाम शोभा है. आर्थिक में पढ़ाते हैं. आर्थिक में पढ़ाते हैं. मेरा नाम शोभा है. मैं मालूम से आती हूँ. मैं घर में बच्चों को पढ़ाती है. घर में बच्चों को मेरा नाम मीना है. मेरे दोस्त का नाम अस्मीना है. पापी जी का प्रभु निजना है. प्रभु कृष्ण. मैं बेलानी में रहता हूँ. एक विद्यालय में घर में एक विद्यालय में रहती पढ़ाती है. विद्यालय चलाती है. मेरा नाम प्रमीला है. हिंदी साहित्य के प्रथम हिंदी साहित्य के पत्तकवि है हमारे तुलसीदास. मेरा नाम साइना है. मैं पोगुलम मॉडेस्टी स्कूल में काम करती है. कॉलियों में रहती है. अच्छी मिली है तुलसीदास. हिंदी पढ़ने क्या मेरा मेरा नाम अनिता कुमारी है. मैं कार्यक्रम में रहती हूँ. मैं मेरे घर में विद्यार्थियों को पढ़ाती हूँ. मुझे पत्रिका के प्रमुख कवि कबीरदास को भक्ति काल के. किस भक्ति काल के? ഇനി ഒരാൾ കൂടെ തരാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല. സൂര്യകാന്ത് ത്രിപാഠി നിരാധൻ. ഇങ്ങനെ ഓരോരുത്തരെ സ്വയം പരിചയപ്പെടുത്തുകയല്ല വേണ്ട, മറ്റൊരാളെ പരിചയപ്പെടുത്തുകയാണ് വേണ്ടത്. സമയമില്ലാത്തവരാണ് പെടുന്നത്. മൈഥിലീസൺ ഉണ്ട് അവിടെ. മൈഥിലീസൺ നോക്കുക. मेरा नाम मशहूरी. मैं चमंडी में रहती हूँ. मैं घर में बच्चों को पढ़ाती हूँ. मेरा सहेली का नाम श्रीदेवी है. मुझे आधुनिक कवि का मैथिली जी को मिला. मेरा नाम श्रीदेवी है. मैं विद्यालय महात्मा विद्यालय चलाती हूँ. मैं
എന്റെ മനസ്സിൽ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ടായിരുന്നു. അതാണ് യെല്ലോ. എന്തായിരുന്നു? പരസ്പരം പരിചയപ്പെടാനുള്ള അവസരം ഒരുക്കാനുള്ളതായിരുന്നു എന്റെ ഉദ്ദേശിച്ചു. അതിലെനിക്ക് 2 തരത്തിൽ വിജയം വരിക്കാൻ കഴിഞ്ഞു. ഒന്ന്, ഗ്രന്ഥവും ഗ്രന്ഥകാരനെയും പരസ്പരം തിരിച്ചറിയാൻ പറ്റിയില്ലേ കുട്ടികൾക്ക്? 2, പരസ്പരം എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ലേ? അപ്പൊ പുസ്തകത്തെ അറിയാൻ പറ്റി, പരസ്പരമുള്ള ആൾക്കാരെ അറിയാൻ പറ്റി. അപ്പൊ എന്റെ യെല്ലോയിൽ എനിക്ക് വിജയം വരിക്കാൻ പറ്റുമല്ലേ? കുറച്ച് യെല്ലോ ലേണിംഗ് ഔട്ട്കമ്മിൽ എനിക്ക് എത്താൻ കഴിഞ്ഞോ? ഈ ആക്ടിവിറ്റിയിൽ കൂടെ എത്താൻ കഴിഞ്ഞു. ഈ ആക്ടിവിറ്റിയിൽ പിടിച്ച് നമുക്ക് കയറാൻ പറ്റും. എനിക്ക് മൈഥിലി ശബ്ദത്തിന്റെ പച്ചവടിയാണല്ലോ ഞാൻ പദാർത്ഥം എടുക്കുന്നത്. ഏതും നമുക്ക് എടുക്കാം, അതിൽ കൂടെ പിടിച്ച് കയറാൻ പറ്റും. എന്താണ്? चार चंद्र की चंचल किरणें खेल रही है जलधर में, स्वच्छ चांदनी बिछी हुई है अवनी और अंबर तल में। देखिए मैथिली शतक के राष्ट्र कवि हैं, वे कितनी सुंदरता से उन्होंने पंचवटी की रचना की है। देखिए, चार चंद्र की चंचल किरणें खेल रही जलधर में, स्वच्छ चांदनी बिछी हुई है अवनी और अंबर तल में। ഇത് മാനുഷിക മൂല്യങ്ങളെല്ലാം ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാനുഷിക മൂല്യങ്ങൾ എന്താണെന്നൊക്കെയാണ് പറഞ്ഞ് മനസ്സിലാക്കിയത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ. ഇനി ഗ്രാമർ പ്രത്യേകം പഠിപ്പിക്കാൻ പാടില്ല, വേണ്ട, പഠിപ്പിക്കേണ്ട. ചാരു ചന്ദ്ര की चंचल किरणें, चारु चंद्र, सुंदर चंद्र. सुंदर विशेषण है, चंद्र विशेषण, चारु चंद्र अല്ലെ? അങ്ങനെ എത്ര വാക്കുകൾ ആ വിശേഷണം കണ്ടെത്താൻ പറ്റും? चारु चंद्र की चंचल किरणें, चंचल किरणें, चंद्र विशेषण, किरण विशेषण. चारु चंद्र की चंचल किरणें खेल रही हैं जलधर में, जल और धर में खेल रही हैं. क्या खेल रही हैं? किरणें खेल रही हैं. पढ़ियो. चारु चंद्र की चंचल किरणें खेल रही हैं जलधर में. ഇതിന്റെ നിയമമൊക്കെ പറയാനായിട്ട് നമ്മുടെ സാറ് ഇവിടെ പോകേണ്ടത് പിന്നീട് സാറ് പറഞ്ഞു തരും. അപ്പൊ നിയമം പിന്നീട് മനസ്സിലാക്കണം. खेल रही है വർത്തമാനകാലമല്ലേ. चारु चंद्र की चंचल किरणें खेल रही हैं जलधर में, स्वच्छ चांदनी, स्वच्छ चांदनी, പരിശുദ്ധമായ നിലാവ്, സ്വച്ഛ വിശേഷൻ, ചാന്ദിനി വിശേഷൻ. झूम रहे हैं कभी मंद पवन के झोंकों से. ले झोंका പറഞ്ഞ ചെറിയ വിശേഷനെയാണ് झोंका എന്ന്. उलग प्रकट करती है धरती हरित तृणों की नोकों से, मानो झूम रहे हैं करुक स्वच्छ शिलाके का विशेष. उसके सामने उसके सम्मुख स्वच्छ शिलावर वीर वीर निर्भीकमना. എന്താണ് അതിന്റെ അർത്ഥം? സ്വച്ഛ ശിലാവർ നിർഭീകം എന്താണ്? നിർഭീകം, മന 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 അവിടുത്തെ കൊളയിൽ അതാണ് ഞാൻ ചോദിച്ചത്. മൻവാല, മൻവാല, നിർഭീക മൻവാല. पंचवटी की छाया में सुंदर पर्ण कुटीर बना, उसके सम्मुख स्वच्छ शिला पर धीर वीर निर्भीकमന. ആരായി? ധീരനാണ്, വീരനായ ഒരുവൻ. ഇങ്ങനെ ആരാണ്? ഇവന്റെ ധനം അതിനകത്തുണ്ടോ എന്ന് സംശയമാണ് അല്ലേ? ആ ധനത്തിൽ, ആ കുടിയിൽ ആരാണുള്ളത്? മര്യാദ പുരുഷോത്തമനായ ആരാണ്? ശ്രീരാമൻ. മര്യാദ പുരുഷോത്തമ ശ്രീരാമനാണെന്നല്ലേ പറയുന്നത്. ഇനി ഈ കവിത വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഞാനാണെന്ന് ഓർക്കണം, വേണ്ടാത്തതൊന്നും കാണിക്കരുതെന്നാണ് ആ അമ്മയുടെ സ്വരം അല്ലേ? അപ്പൊ അതേപോലെ മാനുഷിക മൂല്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇന്ന് ഏട്ടത്തിയായിട്ട് കാണണ്ടേ? അമ്മയ്ക്ക് തുല്യമായിട്ട് കാണണ്ടേ? കാണണോ വേണ്ടേ? ഇതെല്ലാം ഇന്ന് ക്ഷയിച്ചു പോയിരുന്ന കാലത്ത് മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നേറണ്ടേ? അങ്ങനെ ഇത് പഠിച്ചാൽ കുട്ടികൾ പഠിക്കുകയില്ലേ? ഇത് വായിച്ച് തീരുന്നവരാവും വായിച്ചുകൊണ്ടിരിക്കും അല്ലേ? पंचवटी की छाया में सुंदर पर्ण कुटीर बना,
उसके सम्मुख स्वच्छ शिला पर धीर वीर निर्भीകമന ഉറക്കമില്ലാതിരിക്കുന്ന ഇവൻ ആരടാ അല്ലേ എന്ന് തോന്നിപ്പോ. അങ്ങനെ ഈ പഞ്ചവടി നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ പ്രത്യേകം എടുത്താണ്. അതുപോലെ നിയാരെ എടുക്കാൻ വിളിച്ചുകൊണ്ട് തോടുത്തി പുത്രനോട് അത് സർക്കാരിനെ ഇൻഡയറക്ടറോട് പറയുകയാണ് തോടുത്തി പുത്രൻ ഇരിക്കുന്നത്. ഇനി ആ ബുക്ക് തിരിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കാനുള്ളതാണ്. കക്കാലം നിങ്ങൾക്ക് നോക്കാൻ നിന്നതാണ്, അതിൽ എഴുതിക്കളയായിരുന്നു. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല. അത് നിയമങ്ങളെല്ലാം മനസ്സിലാക്കണം, എന്നാലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശരി, കുത്തിക്കോട്ട് വരണം. ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ് ആണ് ഇപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലും നടക്കുന്നത്. ആക്ടിവിറ്റിയാണ് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരിക്കലും ബോറടിക്കില്ല. ഇത് ബോറടി എന്ന് പറഞ്ഞ അധ്യാപകരാണ്. കാര്യം അധ്യാപകർ അതിന്റെ റിസോഴ്സിലേക്ക് നടത്താൻ പറ്റുന്നത്. ഇവിടെ കിട്ടിയവരായി വരാൻ ഇതിനൊക്കെ എണ്ണ ഉണ്ട്, അവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല എന്ന് വിളിക്കും. ഓടി കിട്ടിയവർ കിട്ടാതെ കൊണ്ടുപോകാം. ഒന്നും ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. തൂ എന്ന് പറഞ്ഞവിടെ തൂ ആപ്പിലേക്ക് പോയി. ആപ്പ് എവിടെ? ആ പാമ്പിലേക്ക് പോയി. തുമ്പാന്റെ കയ്യിലുണ്ട്. അവിടെ കുത്തിക്കോ. ഇയാൾ അവിടെ പോയി. നിങ്ങൾ ഇവിടെ നിൽക്കുന്നവരെല്ലാം ആ ഗ്രൂപ്പിൽ പോയി ചേരും. തൂലിക്കൊണ്ടാ വരൂ. തൂ എവിടെ? ലിഖെവിടെ? ലിഖെവിടെ? ഇല്ലാതിരിക്കില്ലല്ലോ. എവിടെ? ഇങ്ങോട്ടെ മുടോ ഇല്ല. ഈ ഗ്രൂപ്പിൽ നിന്ന് കളയോ? ഉടോ എവിടെ നിൽക്കണം? അപ്പൊ ഇവിടെ അവിടെ നോക്കണം, കൈ ഉയർത്തണം. തൂ ലിഖ് ശരിയാവോ? തും ലിഖോ, കൈ ഉയർത്ത്. എന്നിട്ട് ഞാൻ ഇയാളെ എന്ത് ചെയ്യുന്നു? കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യാൻ പറ്റും. തൂ ലിഖിയെന്ന് എഴുതിക്കുന്നു. ആരെങ്കിലും വന്നിക്ക്. സാറിന് പ്രമോഷൻ കിട്ടി. വാ സാറേ, ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾ മുതിർന്നവരായിട്ട് ഇങ്ങനെ കുട്ടികളാണെങ്കിൽ തെറ്റായി രൂപിച്ചെന്ന് കയറി അംഗീകരിക്കുമോ? അംഗീകരിക്കില്ലല്ലോ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടില്ലേ? മത്ത് വന്നു. അപ്പൊ എന്താണ് മത്ത്? എവിടെ നിൽക്കണം? തൂ മത്ത് ലിഖ്. വേറെ കൂടെ തൂ കാം. സാറിനാണ് തൂ കാം काम तू काम मत. മനസ്സിലായോ? ശരിയാവോ? കുട്ടികൾക്ക് ഇഷ്ടപ്പെടുവോ? ഇനിയിപ്പോ സാറ് ഡെഫിനിഷൻ എടുത്ത് ക്ലാസ് എടുക്കും. അതിന് ഡെഫിനിഷൻ അപ്പോഴും മനസ്സിലാക്കാം. ഡെഫിനിഷൻ കുട്ടികൾ കണ്ടെത്തണം എന്നുള്ളതാണ്. മനസ്സിലാവുന്നോ? ഇനി ഇത് തന്നെയല്ല, മറ്റു ഗ്രാമം എടുക്കാമല്ലോ നമുക്ക്. ഒരു കവിതയുടെ 2 വരിയാണ്, സിനിമാ പാട്ടിന്റെ 2 വരിയാണ്. ഷാഹൂങ്ക മൈ തുഛെ ഒരു വരി, സാഞ്ച് സവേരെ അടുത്ത വരി. അപ്പൊ ചാഹൂങ്ക മൈ തുഛെ സാഞ്ച് സവേരെ എന്നുള്ള വരിയാണെങ്കിൽ ഒന്നാമത്തെ വരിയിൽ ഇഷ്ടംപോലെ മാറ്റങ്ങൾ വരുത്താം. കുട്ടികളോട് എഴുതാൻ പറഞ്ഞ് എഴുതില്ലേ? എന്താണ്?
देखूंगी मैं सपना सांझ सवेरे, पढ़ूंगी मैं कहानी सांझ सवेरे, देखेगा वह स्वप्न सांझ सवेरे, खेलूंगा मैं गेम सांझ सवेरे. ഇതിൽ കൂടെ അങ്ങനെയാണെങ്കിൽ വ്യാകരണത്തിന്റെ മറ്റു കാര്യങ്ങൾ പഠിച്ചുകൂടെ കുട്ടിക്ക്? പഠിക്കാമോ? പഠിക്കൂലേ? ശരി, എല്ലാവരും നനീക്കണം. പാട്ട് പാടാൻ അറിയാമോ? പാട്ട് പാടാൻ അറിഞ്ഞൂടെ? എന്നോട് ടീച്ചറെ മലയാളം വേണോ ഹിന്ദി വേണോ? നിങ്ങൾ സഹകരിക്കണം, ചുമ്മാ പറ്റില്ല. അല്ലാതെ ഹിന്ദി മതിയെന്ന് പറഞ്ഞു. മതിയോ? വേണ്ട, കുറച്ച് മുതിർന്നവരല്ലേ, അപ്പോൾ കുറച്ച് വേറെ പാടാം. കേട്ടിരിക്കുന്ന കൂട്ടരെ നിങ്ങൾക്ക് ഏറ്റുപാടാൻ ഒക്കൂല എന്ന് ഞാൻ പറയുമ്പോ ഏറ്റുപാടാനൊക്കൂല ഏറ്റുപാടാനൊക്കൂല എന്ന് 2 തവണ ഇങ്ങോട്ട് പറയണം. പറ്റുമല്ലോ? ഉച്ചത്തിൽ പറയുമല്ലോ. അങ്ങനെ ഓരോ വരിയുടെ അവസാനം ഉച്ചത്തിൽ പറയുമല്ലോ. ബാഗും ഫോണൊക്കെ താഴെ വെച്ചിട്ട് ഈണത്തിൽ കൈയടിക്കാം. കൂട്ടരെ നിങ്ങൾക്ക് ഏറ്റുപാടാനൊക്കൂല, പാടിയിട്ടില്ലെങ്കിലും കൈത്താളമിട്ടു രസിച്ചൂടെ, കേട്ടിരിക്കണ കൂട്ടരെ നിങ്ങൾക്ക് ഏറ്റുപാടാനൊക്കൂല, പാടിയിട്ടില്ലെങ്കിലും കൈത്താളമിട്ടു രസിച്ചൂടെ, ഒറ്റ നോക്കണ കണക്കയെ കല്ലൊത്തി നോക്കാനൊക്കൂല, ഒറ്റ നോക്കിനൊരുത്തനെയും ചൊല്ലി പഠിക്കാനൊക്കൂല, കേട്ടിരിക്കണ കൂട്ടരെ നിങ്ങൾക്ക് ഏറ്റുപാടാനൊക്കൂല, പാടിയിട്ടില്ലെങ്കിലും കൈത്താളമിട്ടു രസിച്ചൂടെ, പച്ചമോരും മുതിരയും ചേർത്തു വച്ച ചേരൂല, പത്ത് നൂലും പാളനാരും കോർത്തു കെട്ടാനൊക്കൂല, മിന്നണതെല്ലാം പൊന്നല്ല, എല്ലാ പെണ്ണും പെണ്ണല്ല, പെണ്ണിലും പെണ്ണായ പെണ്ണിനെ കണ്ട പിന്നെ മറക്കൂല, അത് കൽവിലോ ചെന്നെത്തിയാൽ കണ്ണിൽ പിന്നെ പറ്റൂല, കാറിൽ പോകണ പെണ്ണിനെ കാണാൻ സൈക്കിളിൽ പോയാ പറ്റൂല, പെണ്ണിനെ തന്തയെ കണ്ടുപോയ നാട്ടിൽ വന്ന് പെണ്ണിനെ കിട്ടൂല, കേട്ടിരിക്കണ കൂട്ടരെ നിങ്ങൾക്ക് ഏറ്റുപാടാനൊക്കൂല, പാടിയിട്ടില്ലെങ്കിലും കൈത്താളമിട്ടു രസിച്ചൂടെ. താങ്ക് വരും. ഇനി 79 എന്ന് പറയും. കുറച്ചോടാ എഴുതോ, എഴുത്. 90 എന്ന് പറയും. 90 എഴുത്. 90 പെട്ടെന്ന് എഴുത്. 91 ഏതാണ്? 91 ഇരിക്കണം. 91 പെട്ടെന്ന് വേണം. ഉള്ള സമയം കൊണ്ട് പറഞ്ഞുതരാം. മതി. ഉന്നാസി അല്ല, ഉന്നാസി എന്നുള്ള വാക്കില്ല. ഒരു നാ മാത്രമേ ഉള്ളൂ. ഉനാസി. 2 നായില്ല. തെറ്റുകളിൽ 1 ഉനാസിയാണ്, ഉന്നാസിയല്ല. 90 2 ബായ വേണം. എന്നാൽ 91 ശേഷം ഇങ്ങോട്ട് ഇക്കാനവേ നവേ ബായല്ല.
ഇക്കാലവേ പാലവേ തിരാനവേ ചൗരാനവേ നവേ നവേ. മനസ്സിലാവുന്നോ? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു എങ്ങനെ പറയും? കുറച്ചു പറ. പെട്ടെന്ന് തെറ്റിയാലും കുഴപ്പമില്ല, വഴക്കൊന്നുമില്ല. ചില ഓടിപ്പോ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് ഹിന്ദിയിലായിരുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ പറഞ്ഞുതരാം. ഇതിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ഗ്രാമർ പഠിപ്പിക്കുന്ന സാറ് പറഞ്ഞു തരും കൂടുതലായിട്ട്. വർത്തമാനകാലം, ഭാവികാലം, ഭൂതകാലം എന്താണെന്ന് വ്യക്തമായിട്ട് പഠിച്ചോണ്ട് പോകണം. ഞാൻ റെയിൽവേ സ്റ്റേഷൻ ഒന്നാമത്തെ തെറ്റ്, ഗ്രാമർ തെറ്റ് ഞാൻ പറയുന്നില്ല. അപ്പൊ ഓക്കെ, ബഹൂജ് എന്നൊരു വാക്കില്ല. ബഹൂജ് ഹ്രസ്വമായിട്ടാണുള്ളത്. ഹായിട്ട് ഹ്രസ്വമാണ്. നമ്മളെല്ലാ പേരും ദീർഘമാണ് എഴുതുന്നത്. തെറ്റാണ്. ബഹൂഞ്ച് അല്ല. എന്താണ് ബഹൂഞ്ച്? അത് മനസ്സിലായോ? മെയിനെ എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. നേ വേണോ വേണോ അത് പിന്നത്തെ കാര്യം. ഞാനത് പറയുന്നില്ല, അത് സാറ് പറഞ്ഞോളൂ. മെയിന് ഒരു വാക്കാണ്, രണ്ട് വാക്കാണ്. ഇതുവരെ ചിന്തിക്കാത്ത ഒരു ധൈര്യമായിട്ട് വരുന്നത്. ക്ലാസ് കഴിയുമ്പോൾ എല്ലാം ഫിറ്റായിരിക്കണം. ഒന്ന്, വിഷ്ണുവിനെ എന്ന് പറഞ്ഞ രണ്ട് വാക്കാണ്. വിഷ്ണു മെയിനെ എന്ന് പറഞ്ഞ സർവനാമ ശബ്ദത്തിനോടൊപ്പം പ്രത്യേകം ചേർന്ന ഒരു വാക്കാണ്. അപ്പോൾ മെയിനെ രണ്ട് വാക്കല്ല, മെയിൻ സർവനാമമായതുകൊണ്ട് ഒരു വാക്കാണ്. മനസ്സിലായോ? സംശയം ഉണ്ടായില്ല? ഇല്ലല്ലോ, തെറ്റിനി ആവർത്തിക്കില്ലല്ലോ. ശരി, മെയിനെ ഒരു വാക്കാണ്. സർവനാമത്തിന്റെ കൂടെ പ്രത്യേകം വന്നു കഴിഞ്ഞാൽ ഒരു വാക്കാണ്. എന്നാൽ നാമത്തിന്റെ കൂടെ, സംജ്ഞയുടെ കൂടെ വന്നു കഴിഞ്ഞാൽ രണ്ട് വാക്കാണ്. കോമണായിട്ട് തരുന്നതിലാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി അതേപോലെ ഇനി അടുത്തൊരാൾ പറഞ്ഞു, ഇയാളെ ഒരു വാക്കിൽ ശൃംഗ 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 നോക്കണം. ഈ സാധനമില്ല. ശ്രദ്ധ എന്ന് എഴുതുമ്പോഴാണ് ഈ സാധനം ഉണ്ടാവും. ശ്രദ്ധ എന്ന് എഴുതുമ്പോൾ ഈ സാധനം, ശൃംഗ എന്ന് എഴുതുമ്പോൾ ഇത്രയും മതി ഈ സാധനം. മനസ്സിലായല്ലോ? തെറ്റ് ആവർത്തിക്കരുത്. അടുത്തൊരാൾ ഓടിവാളെ ദ്വിവേദി ധരിക്കണം. ദ്വിവേദി പെട്ടെന്ന് വേണം. ദ്വിവേദി, സോഹല ദ്വിവേദി എന്നൊക്കെ പറയില്ല. ഇത് കറക്റ്റ് ചെയ്യണം. എല്ലാം ദ്വിവേദി എന്നെല്ലാം ആയാൽ നോക്കാം. സിന്ധു ആയിരിക്കണോ? ഇങ്ങോട്ടോ എതിക്കാണോ? സിന്ധു ടീച്ചറുണ്ട്, പ്രിയ ടീച്ചറുണ്ട്. അവരെയൊന്നും ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചതാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം. ഒരു ഹിന്ദി അക്ഷരത്തിന് താഴെ വേറൊരു ഹിന്ദി അക്ഷരം എഴുതുന്ന ഇടപാട് ഹിന്ദി ഭാഷയിൽ നിന്ന് പോയിട്ട് 50 വർഷം കഴിഞ്ഞു. അപ്പൊ യുദ്ധം എഴുതുന്നത് ഇങ്ങനെയല്ല. അപ്പോ ദ്വിവേദി എന്ന് എഴുതുകയാണെങ്കിൽ ഡായിട്ട് ഹൽചിഹ്നം കൊടുക്കുക, എന്നിട്ട് വാ എഴുതുക, ദ്വിവേദി. ഇതും പോയി ദ്വിവേദി. ഇപ്പൊ ഈ വള്ളി ഇവിടെയാണ് വരുന്നത്. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതല്ല. ഇതാണ് കൂടുതൽ ശരി. ഇതേക്കും വാക്യം ഇടയിലാണ് വള്ളി ദ്വിവേദി. ഞങ്ങൾ മാറണം. ഓ കുറച്ച് കേട്ടില്ല. ഒരു യൂണിറ്റ് ആണെങ്കിലും പിന്നെ കേന്ദ്രീയ ഹിന്ദി നിർദ്ദേശാലയത്തിന് നിർദ്ദേശം അനുസരിച്ച് ഇങ്ങനെ എഴുതണം.
ആ നിർദ്ദേശമുണ്ട്. പുസ്തകത്തിലെല്ലാം മാറ്റം വന്നു കഴിഞ്ഞു സാറേ, മാറ്റം വന്നു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ അല്പം മൂല്യനിർണ്ണയത്തെ സംബന്ധിച്ചുള്ള കാര്യം കൂടെ പറയാം. അടുത്ത കാലത്ത് ക്ലാസ് എടുക്കണം, മുഴുവൻ ക്ലാസ് എടുക്കണമെന്ന് ആഗ്രഹമുള്ള സമയമില്ല. പേപ്പർ പലരും നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ. उत्तर प्रदेश की ओर जा रहे हैं, कश्मीर की तरफ जा रहे हैं, यात्रा कर रहे हैं, सफर कर रहे हैं, रेलगाड़ी पर यात्रा कर रहे हैं। रेलगाड़ी में अनेक डिब्बे होते हैं, उसमें अनेक लोग बैठे हुए हैं। उनमें एक मलयाली है, बंगाली है, मद्रासी है, पंजाबी है, सब लोग बैठे हुए हैं। मलयाली की अपनी आवश्यकता नहीं है, बंगाली की अपनी आवश्यकता बिल्कुल भिन्न होती है। आइए हम इसके साथ स्वर मिलाते हैं, स्वर मिलाएंगे। देखिए, रेल में जनन जनन होइए എന്നുള്ളത് റെയിൽ में जनन 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 होइए ഞാൻ പാടാം, നിങ്ങൾ ഏറ്റു പാടണം. रेल में जनन 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 होइए. കുറച്ച് പാടാം, സൗണ്ട് പറയാം. रेल में जनन 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 होइए. गाड़ी में बैठे दो मलयाली, कंजी वेल्लम लाइए. गाड़ी में बैठे दो मलयाली, इडली सांबार लाइए. रेल में जनन 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 रोइए. गाड़ी में बैठे दो पंजाबी, पान मसाला लाइए. गाड़ी में बैठे दो पंजाबी, पान मसाला. रेल में जनन 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 रोइए. गाड़ी में बैठे दो बंगाली, नारियल पानी लाइए. जनन रेल में. गाड़ी में बैठे दो राजस्थानी, ठंडा पानी लाइए. गाड़ी में बैठे दो राजस्थानी, ठंडा पानी. रेल में. गाड़ी में बैठे दो कश्मीरी, गरम पानी लाइए. गाड़ी में बैठे दो कश्मीरी, गरम पानी. रेल में जनन जनन रोइए. रेल में. ഒരെണ്ണത്തിനൊക്കെ പാസ് ചെയ്യും. ഇപ്പൊ വായിച്ച് നോക്കരുത്, ബിസ്ക്കറ്റ് നമുക്ക് പിന്നെയും കഴിക്കാം. ഇപ്പൊ വായിച്ച് നോക്കരുത് പറഞ്ഞ അവിടെ വായിച്ചു നോക്കാം. അങ്ങനെ എല്ലാ ആൾക്കാരും ഇപ്പൊ വായിച്ച് നോക്കരുത്. ചിലരിത് നേരത്തെ ചെയ്ത് കാണും, അവര് പങ്കെടുക്കരുത്, തൊട്ടടുത്ത് കൊടുക്കണം. ഇനി പേന എടുത്തോ, പേന എടുത്ത് നിശ്ചിത സമയമാണ്. ഇതിന് സമ്മാനമുണ്ട്. ആരാണ് സമ്മാനം വാങ്ങിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഇത് നേരത്തെ ചെയ്തവർക്ക് സമ്മാനം കിട്ടുകയില്ല, അവരെ പങ്കെടുപ്പിക്കുകയില്ല. ഇനി അവര് ദയവ് ചെയ്ത് ഈ പേപ്പർ മാറ്റി കൊടുക്കണം. ശരി.